കൊടുവായൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപവാസം നടത്തി. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമുക്കറിയാം ഇന്നലെല്ലാം ഒരു പ്രഖ്യാപന പത്രത്തോടെ നമുക്ക് കണ്ടത് നെല്ലിന്റെ താങ്ങുവില 30 രൂപയാക്കി എന്ന് മാത്രമല്ല എല്ലാവരെയും 30 രൂപയാക്കിയതിന് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ചോദിച്ചപ്പോൾ നെല്ലിന്റെ താങ്ങുവില 30 രൂപ കൂടി 28, 20 മാറ്റി 30 രൂപയാക്കിയിരുന്നു. ഒരു കാര്യം പറയാം, 2019, 2020, 2021 ഇവിടെ കേരള ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് കൊടുത്തിട്ടുള്ള ഇവിടുത്തെ ബോൺസ് പ്രോത്സാഹന ബോൺസ് എത്രയെന്നറിയോ? 880. ആ 880 വെട്ടിക്കുറിച്ച് 2021 അത് 5 രൂപ 20 പൈസയിലേക്ക് താഴ്ത്തുകയും പിന്നീട് 880 താഴ്ത്തിയിട്ട് വീണ്ടും 6 രൂപയിലേറെ കൊടുക്കും എന്ന് പറയുന്നത് എന്തർത്ഥം? ഇതേ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ, വേറൊരു ഗവൺമെന്റ് അല്ല, ഇതേ ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഈ ഉൽപാദന ബോൺസിന്റെ ആ പ്രോത്സാഹന തുകയുടെ 880 കമ്മിയാക്കിയ ആളുകൾ 5ലേക്ക് എത്തിയിട്ട് ആ കമ്മിയാക്കിയത് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുക. അല്ല, കമ്മിയാക്കിയ മുഴുവൻ തിരിച്ചു കൊടുത്താൽ 32 രൂപ മൂല്യേറെ ഈ കൃഷിക്കാർക്ക് ഒരു കിലോ നെല്ലിനും കിട്ടും. അപ്പൊ അവര് തന്നെ വില കമ്മിയാക്കുന്നു, അവർ തന്നെ അതിന്റെ പകുതി കൊടുക്കുന്നു. 8 രൂപ 80 രൂപ കമ്മിയാക്കി 6 രൂപ കൊടുത്താൽ എങ്ങനെയാവും? അപ്പൊ എല്ലാം കബളിപ്പിക്കുക. കൃഷിക്കാരോട് കാണിക്കുന്ന അവഗണന, അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഈ മുന്നോട്ട് പോകുന്നത് തന്നെ ധാരാളം കടത്തിൽ മാത്രമല്ല ധാരാളം കൃഷിക്കാർക്ക്. മണ്ഡലം പ്രസിഡന്റ് കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KG എൽദോ, KM ഫെബിൻ, KC പ്രീത്, S ശ്രീനാഥ്, VC രവീന്ദ്രൻ, KPCC മെമ്പർ സജേഷ് ചന്ദ്രൻ, V വിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സമാപന യോഗം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS ജയഘോഷ് ഉദ്ഘാടനം ചെയ്തു.